ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഇതുപോലത്തെ ബാറ്ററികൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചെറിയല്ലേ ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ ബാറ്ററികളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ നമ്മൾ ബാറ്ററി റീയൂസ് ചെയ്യാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും ഒക്കെ ഉണ്ടാവുന്ന എപ്പോഴും സ്ഥിര ശല്യക്കാരായ എലികളെയും പാമ്പുകളെയൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ബാറ്ററി കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എലികളെ ആകർഷിക്കാനായിട്ട് അര കഷ്ണം ശർക്കര ചീകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയും വെളിച്ചെണ്ണയും ശർക്കരയുടെ പൊടിയും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം തീരെ ചേർക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. വെള്ളത്തിന് പകരം നമ്മൾ ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ടിപ്പ് ഭയങ്കര എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുവേ. മൈദയും ശർക്കരയും വെളിച്ചെണ്ണയും വിനാഗിരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇതാപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് 2 ബോളാക്കി എടുക്കണം. എന്നിട്ട് ഇതിലൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. മറ്റേ ബോളും ഇതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ബാറ്ററിയുടെ റോള് പറയാൻ പോകുന്നത്. ബാറ്ററി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടോയ്സിൻ്റെ കേടായ 2 ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ടൊരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടാണ് പൊട്ടിച്ചെടുക്കാൻ. നൈസായിട്ടുള്ള പേപ്പറുകൾ യൂസ് ചെയ്യാതെ കുറച്ച് കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കേടുവന്ന ബാറ്ററികൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ കേടുവന്ന ബാറ്ററികളൊന്നും ഒരിക്കലും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്ററി കുറച്ച് നാൾ മണ്ണിൽ കിടന്ന് കഴിയുമ്പം ആ ബാറ്ററിൻ്റെ കവറിങ് അങ്ങ് പോകും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ലെഡും ക്രോമിയവും കാഡ്മിയവും ഒക്കെ ആണ്. ഇതൊക്കെ ഭയങ്കര കെമിക്കലാണ്. ഇതെല്ലാം നമ്മുടെ മണ്ണിനോട് അലിഞ്ഞ് ചേർന്നിട്ട് നമ്മുടെ കുഴൽക്കിണറും കിണറും പിന്നെ കുളമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കലർന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബാറ്ററി ഒന്നും ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക കേട്ടോ മാക്സിമം. ഇനി നമ്മൾ ഈ ബാറ്ററി ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പൊട്ടിച്ചെടുക്കാൻ. നിങ്ങൾ സാവകാശം മെല്ലെ പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തതിന് ശേഷം കാണുന്ന ഈ കറുപ്പ് സാധനം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് എന്നിട്ട് ഈ പൗഡർ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പൗഡറായിട്ട് കിട്ടിയിട്ടില്ല, കട്ടയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഈ കട്ടകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം റൗണ്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ഒരു കഷ്ണം ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റോ റസ്കോ നിങ്ങൾക്ക് എടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഏകദേശം ഇരുട്ടായി തുടങ്ങുമ്പോഴാണ് എലിയൊക്കെ തീറ്റ തിന്നാൻ വേണ്ടി മാളത്ത് നിന്ന് ഇറങ്ങുന്നത്. ഈ സമയം നമുക്ക് മാളത്തിൻ്റെ അടുത്തും ചെടിത്തോട്ടത്തിലൊക്കെ ഈ ബോൾസ് കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കോഴീനെയൊക്കെ കൂട്ടി കയറ്റിയതിന് ശേഷം കുട്ടികളൊക്കെ സേഫാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഇതെടുത്ത് തിന്നാൽ അത് വലിയ ആപത്താണ്. ഞാനിവിടെ ചിരട്ടയിലാണ് കേട്ടോ വെക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി വിതറുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഈ ബോൾസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മാളത്തിൽ കൊണ്ട് വെച്ച് കൊടുക്കാം. എന്തായാലും എലി ഇത് തിന്നൂട്ടോ. തിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ചത്ത് വീഴുകയോ അല്ലെങ്കിൽ കൂട്ടത്തോടെ നശിക്കുകയൊന്നും ചെയ്യില്ല. അത് തിന്ന് പോയതിന് ശേഷം അത് വെള്ളം കുടിക്കുന്ന സമയത്ത് അതിന് വയറിന് ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെയാണ് അത് നശിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്ത് തന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.